എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളും വീട്ടുവിശേഷങ്ങളും പിന്നെ ഒരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അതിന് പോകുന്നതും അങ്ങനെ കുറേ കാഴ്ചകളും ഒക്കെയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിയുവാണ്. ഇപ്പോഴായതുകൊണ്ട് പിന്നെ പതുക്കെ ചെയ്താൽ മതിയല്ലോ. സ്കൂളുള്ള ടൈമിൽ എന്ന് വെച്ചാൽ 2 കൈക്ക് 4 കൈ ഉണ്ടെങ്കിലും നമുക്ക് തികയില്ല എന്നുള്ളൊരവസ്ഥയല്ലേ. ഇപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്കെല്ലാം പതുക്കെയൊക്കെ ചെയ്താൽ മതി. അങ്ങനെ സാമ്പാർ വെക്കണം. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ തീർത്തിട്ട് നമുക്കൊരു ഷോപ്പിങ്ങിന് പോകണം. അതിന് അമ്മയും വരും കേട്ടോ. സുധാമ്മ എന്ന് പറയുമ്പോഴായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നത്. അമ്മ എന്ന് പറയുമ്പോൾ 2 അമ്മമാരിൽ ആരായിരിക്കുമെന്ന് വിചാരിക്കുമല്ലോ. അപ്പം സുധാമ്മ വരുന്നുണ്ട്. അപ്പം അമ്മയെ കൂട്ടിയിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകണം. വിച്ചൂട്ടനും ദേവൂട്ടനൊക്കെ റെഡി ആയിട്ടിരിക്കുവാണ്. ആദ്യം വലിയ വെയിറ്റ് ഇടും, വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വെയിറ്റ് ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 പേരും പോരും. അവരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം, അടങ്ങി നിൽക്കൂലല്ലോ, അതങ്ങനെയാണല്ലോ. അതെ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ചിക്കനും വെക്കണം, ചിക്കൻ തോരൻ വെക്കണം കേട്ടോ. അപ്പം അതിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഞാനതൊന്ന് വേവിക്കാൻ വെച്ചു. ആ സമയത്ത് നമ്മുടെ സാമ്പാർ റെഡിയായിട്ടുണ്ട്. പിന്നെ ചിക്കൻ തോരനുള്ള സവോള അങ്ങനെ എല്ലാ സാധനങ്ങളും വഴറ്റി അതിനകത്തേക്ക് വേവിച്ച് വെച്ച ചിക്കൻ നമ്മളൊന്ന് പിച്ചിക്കീറിയാണല്ലോ ഇടുന്നത്, അതുമൊക്കെ ഇട്ട് തേങ്ങയും ഇട്ട് ചിക്കൻ തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് പോകണം. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അവന്മാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല ഒന്നും. കാരണം അവരതിനകത്തൂടെ ഓടിക്കളിയും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു നിർത്തുന്നത്, ഇതിന് മുമ്പ് ഒരു ഷോർട്സിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും വാങ്ങിച്ച് തരണമെങ്കിൽ അടങ്ങി നിൽക്കണം, അടങ്ങി നിന്നാൽ മാത്രമേ വാങ്ങിച്ച് തരുള്ളൂ എന്ന് പറയുമ്പോഴത്തേന് വലിയ പ്രശ്നമൊക്കെ ഇല്ലാണ്ട് ആ ഉള്ളിലുള്ള കുട്ടിത്തേങ്ങ് വന്ന് തകർക്കാനൊക്കെ തോന്നും. പിന്നെ അവരങ്ങ് ഒതുങ്ങി നിൽക്കും. എന്തെങ്കിലും വാങ്ങിച്ച് കിട്ടണമെങ്കിൽ അടങ്ങി നിൽക്കണമല്ലോ എന്നോർത്ത് അവരങ്ങ് ഒതുങ്ങി നിൽക്കും കേട്ടോ. അങ്ങനെ അമ്മ വന്ന് അമ്മയും കൂട്ടിയിട്ട് നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോയി. കുറച്ച് സാരി കളക്ഷൻസൊക്കെ കാണാവേ. വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഡീസൻ്റായിട്ടൊന്നും നിന്നില്ല, കുറേ തകർപ്പൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ കയറി. അവർ വാനില ഷേക്ക് പറഞ്ഞു, ഞാനൊരു പിസ്ത ഷേക്ക്, അമ്മയ്ക്ക് പൈനാപ്പിൾ ജ്യൂസ്, അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോരുമായിരുന്നു. പോരുന്ന വഴിക്ക് ഇതേ അമ്മ അടുത്ത കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങിത്തരാം, ഓൾറെഡി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അതൊന്നും കൊടുത്തിട്ട് തൃപ്തി പോരാഞ്ഞിട്ട് വേറെ കുറച്ച് സാധനങ്ങൾ കൂടിയൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മയെ അവിടെ സ്റ്റോപ്പിൽ വിട്ടിട്ട് നമ്മൾ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വിശേഷം, ഒരു ഷോപ്പിംഗ് നടത്തുന്നതും ഒക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. പിന്നെ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.